അൺപ്ലഗ് ടോക്ക് ബ്രേക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളം ചൂട് പിടിച്ച എലക്ഷൻ ചർച്ച ചെയ്യുമ്പോൾ കാസർഗോഡിൽ നിന്നും വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അത്രയധികം ഗുരുതരമായ ഒരു ആരോപണവുമായിട്ട് MSF സംസ്ഥാന പ്രവർത്തക സമിതി അംഗം TK ഹസീബ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. കാരണം ബേക്കൽ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട TK ഹസീബ് വളരെ വ്യക്തമായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. നിലവിലെ ഭരണകക്ഷി MLAയും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്കുമെതിരെയാണ് അദ്ദേഹം ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എലക്ഷന് മണിക്കൂറുകൾ മാത്രം നിൽക്കെ നമ്മുടെ കൈവിരലുകളിലും എലക്ഷൻ മഷി പുരളേണ്ട ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഗുരുതരമായ ആരോപണം എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് എന്ന് നമ്മൾക്ക് നേരിട്ട് പരിശോധിക്കാം. മിസ്റ്റർ TK ഹസീബ്, വെൽക്കം ടു ദ ഷോ. Thank you for your invitation. മിസ്റ്റർ ഹസീബ്, താങ്കൾ പറഞ്ഞ പോലെ എന്ത് തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്രമാത്രം ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ എത്രമാത്രം വസ്തുതകളുണ്ട്, അല്ലെങ്കിൽ അതിൽ എത്രമാത്രം താങ്കളുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇത്രമാത്രം ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്? പക്ഷേ താങ്കൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴത്തെ ഈ സാഹചര്യവും താങ്കൾ ആർക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യം കൂടി താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ. പൂർണ്ണമായും വസ്തുതകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ ആണ് അങ്ങനെ ഒരു, അതായത് ഒരു നിമിഷം മിസ്റ്റർ TK ഹസീബ്, അതായത് താങ്കൾ പറഞ്ഞു വരുമ്പോൾ ബേക്കൽ ഫെസ്റ്റിൻ്റെ 4th എഡിഷനും കൂടെ കഴിഞ്ഞിരുന്നു. കാര്യം അത്രയും കാലഘട്ടം പിന്നിട്ടതിന് ശേഷം ഇന്നാണോ താങ്കൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു എലക്ഷൻ അടുത്ത ഈ ഒരു സാഹചര്യമാണോ താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു കൊണ്ടുവരാൻ സാധിച്ചത്? അതല്ല എങ്കിൽ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സംവിധാനങ്ങളുടെ അല്ലെങ്കിൽ മുന്നണിയുടെ വെറും ഒരു നിലവാരമില്ലാത്ത ഒരു പൊറാട്ട് നാടകമാണ് ഇത് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ? അങ്ങനെ ഒരു പൊറാട്ട് നാടകമാണോ എന്ന് ചോദിച്ചാൽ അതല്ല എന്നാണ് അതിന്റെ ഉത്തരം. പിന്നെ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചതിന്റെ സമയമാണ് ഇവിടുത്തെ നിങ്ങളുടെ ചോദ്യമെങ്കിൽ, ആ സമയം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വന്നത് യാദൃച്ഛികത മാത്രമാണ്. അത് മാത്രമല്ല, ഒരു അഴിമതിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു സമയം, അങ്ങനെ പ്രത്യേകിച്ച് ഒരു സമയം അഴിമതിയെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരമെങ്കിലും, അത് ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രസക്തമായ സമയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയമാണ്. ആ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ട അല്ലെങ്കിൽ ആരോപണ വിധേയനായ ജനപ്രതിനിധി വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുക, തീർച്ചയായിട്ടും. അതായത് പറഞ്ഞു വരുമ്പോൾ മിസ്റ്റർ TK ഹസീബ്, അതായത് അദ്ദേഹം ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി വരുന്നു എന്നതാണോ, അല്ലെങ്കിൽ എലക്ഷൻ എന്നതാണോ, അല്ലെങ്കിൽ താങ്കൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ താങ്കൾ മുന്നോട്ട് വെക്കുന്നത് ഒരു ജനക്ഷേമത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണോ? ഏതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വ്യക്തമായ എലക്ഷൻ മാത്രമാണോ നിങ്ങളുടെ അജണ്ട, അല്ലെങ്കിൽ ബേക്കൽ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട ഇത്രമാത്രം അഴിമതികൾ ഉണ്ട് എന്നത് വളരെ സത്യസന്ധമായി പുറത്ത് കൊണ്ടുവരണം? ഏതാണ് ജനങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് മിസ്റ്റർ ഹസീബ്? അങ്ങനെയല്ല, നിങ്ങൾ നേരത്തെ ആരോപിച്ചതുപോലെ ബേക്കൽ ബീച്ച് ഫെസ്റ്റിന്റെ എഡിഷൻ 4 പൂർത്തിയായി. ഇപ്പോൾ ആരോപണം ഉന്നയിച്ച ഫെസ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ 2 എഡിഷനും മാത്രമല്ല, ഏതാണ്ട് എല്ലാ എഡിഷനുകളും സമാനമായിട്ട് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിട്ട് തന്നെയാണ് ഈ 4 എഡിഷനുകളും. പൂർണ്ണമായ അഴിമതിയിലാണ് ഈ 4 എഡിഷനുകളും പൂർത്തിയായിട്ടുള്ളത്. ഞാൻ ആദ്യത്തെ 2 എഡിഷനുകളുടെ രേഖകൾ പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചിരുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കാലതാമസം വന്നിട്ടുണ്ട് എങ്കിൽ അത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളും വിവരങ്ങളും നേടിയെടുക്കുന്നതിനുണ്ടായിട്ടുള്ള സ്വാഭാവികമായ കാലതാമസം മാത്രമാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണവുമായിട്ടല്ല ഞാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒരു നിമിഷം മിസ്റ്റർ ഹസീബ്, അതായത് താങ്കൾ പറഞ്ഞ പോലെ സ്വാഭാവികമായ കാലതാമസം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു അസ്വാഭാവികതയില്ലേ? അതായത് താങ്കൾ പറയുന്നു 4 വർഷത്തിന് ശേഷം, അതായത് ഇത്രയും കാലം താങ്കൾ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് കാര്യത്തിൻ്റെ പിറകിൽ ഓടിയിട്ട് ഇത്ര കാലം വന്നിട്ട്, അല്ലെങ്കിൽ ഇത്രയും സംഭവങ്ങളൊക്കെ സ്വരുക്കൂട്ടി വെച്ച് കയ്യിൽ വെച്ച് ഏറ്റവും അനുയോജ്യമായ ഒരു സമയത്തിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി താങ്കൾ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ വേണോ ഞങ്ങൾ കരുതാൻ, ജനങ്ങൾ കരുതാൻ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മുതലെടുപ്പ് രാഷ്ട്രീയത്തിന്റെ സമയമാണ് അനുയോജ്യം, അങ്ങനെയാണോ? അങ്ങനെയല്ല. ഞാൻ ആദ്യത്തെ എഡിഷൻ പൂർത്തിയായി. 2ാമത്തെ എഡിഷൻ പൂർത്തിയായപ്പോൾ ഞാൻ വിവരാവകാശ നിയമപ്രകാരം PRDC-യിൽ അപേക്ഷ ഫയൽ ചെയ്യുകയും
ഞാൻ നേരിട്ട് അതിന്റെ രേഖകൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അന്ന് എല്ലാ രേഖകളും അതുപോലെ തന്നെ എല്ലാ വിവരങ്ങളും എനിക്ക് നൽകാൻ PRDC-യുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. പിന്നീട് കുറച്ചധികം സമയമെടുത്ത് മറ്റു പല സോഴ്സിലൂടെയുമാണ് ഇതിന്റെ ഏതാണ്ട് എല്ലാ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയത്. അത് കിട്ടാൻ വേണ്ടി എടുത്ത കാലതാമസമാണ് ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടായത്. അതായത് ശരിക്കും മിസ്റ്റർ ഹസീബ്, അതായത് എന്താണ് ശരിക്കും ഇതിൽ ഒരു അഴിമതി? അതായത് താങ്കൾ ഈ പറയുന്നത് പോലെ സാങ്കേതികമായ ഭാഷകളിലൂടെ പറയുമ്പോൾ അത് നമ്മളുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ വിഷ്വൽ കാണുന്ന സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് താങ്കൾക്ക് ലളിതമായിട്ട് ഇത് എന്താണ് ശരിക്കും, എങ്ങനെയാണ് എന്ന് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ ഇതിനെക്കുറിച്ച്? 2022 ആദ്യത്തെ എഡിഷൻ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നത്. നമുക്കെല്ലാം അറിയാം, 2022 ഡിസംബർ 20 ശേഷം 24 മുതൽ ഏതാണ്ട് ജനുവരി 4 വരെ മറ്റോ ആണ് ബീച്ച്. ഡേറ്റ് എനിക്ക് ഏതാണ്ട് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഏതായാലും ഡിസംബർ അവസാന വാരത്തിൽ തുടങ്ങി ജനുവരി ആദ്യ വാരത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്തിട്ടുണ്ടായത്. ആദ്യമായിട്ട് ബേക്കൽ ബീച്ചിൽ ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റ് നടത്തണമെന്ന് ആവശ്യപ്പെടുന്നത് ഇവിടെ നിലവിലെ MLA CH കുഞ്ഞമ്പു അദ്ദേഹം കേരള നിയമസഭയിൽ ഇങ്ങനെ ഒരു ബീച്ച് ഫെസ്റ്റ് നടത്തണമെന്ന് ഒരു സബ്മിഷനായിട്ട് അദ്ദേഹം കൊണ്ടുവന്നു. അതിന് അന്നത്തെ ടൂറിസം മന്ത്രി, ഇന്നത്തെയും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസാദിന് അപ്പൊ തന്നെ വാക്കാൽ അത് നടത്താം എന്നുള്ള ഒരു അനുമതിയല്ല നടത്താം എന്നുള്ള ഒരു ഉറപ്പ് നൽകുകയുണ്ടായി. എന്നാൽ അതിന് ശേഷം BRDC യോഗം ചേർന്ന്, ഈ BRDC യോഗം ചേർന്ന് എന്ന് പറയുന്നതിന് മുൻപ് എന്താണ് BRDC എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. BRDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സർക്കാർ വകുപ്പൊന്നുമല്ല, അതൊരു സർക്കാരിന്റെ കമ്പനിയാണ്. കമ്പനി നിയമപ്രകാരം രൂപീകരിച്ച സർക്കാരിന്റെ ഒരു കമ്പനിയാണ്. അതിന്റെ പൂർണ്ണമായ നിയന്ത്രണം എന്ന് പറയുന്നത് സർക്കാർ നിയമിച്ച ഒരു ബോർഡ് ഓഫ് ഡയറക്ടർ ബോർഡുണ്ട്. ആ ഡയറക്ടർ ബോർഡിനാണ് BRDC-യുടെ പൂർണ്ണമായ നിയന്ത്രണം എന്ന് പറയുന്നത്. അതിന്റെ ചെയർമാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അതിന്റെ ഡയറക്ടർ ബോർഡിന്റെ ഭാഗമാണ്. ജില്ലാ കലക്ടർ അതിന്റെ ഡയറക്ടർ ബോർഡിന്റെ ഭാഗമാണ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ അതിന്റെ ഡയറക്ടർ ബോർഡിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരു കമ്പനിയാണ് BRDC. അതിനെ നിയന്ത്രിക്കാൻ അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഒരു MD കൂടിയുണ്ട്. ആ BRDC ബോർഡ് യോഗം ചേർത്തുകൊണ്ട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2022 സെപ്റ്റംബറിലാണ് ബോർഡ് യോഗം ചേർത്തുകൊണ്ട് ഈ ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റ് എന്ന പേരിൽ ബേക്കൽ ബീച്ചിൽ ഒരു ഫെസ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ സർക്കാരിന് പ്രപ്പോസൽ കൊടുക്കുകയും ബീച്ച് ഫെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള അനുമതി സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ 2022 ഡിസംബർ 12 സർക്കാർ അനുമതി നൽകി. ആ അനുമതി മാത്രമല്ല 10 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം നൽകി. എന്നാൽ സർക്കാർ ഉത്തരവിലോ BRDC തീരുമാനത്തിലോ സ്ഥലം MLA അധ്യക്ഷനായിട്ടുള്ള ഒരു സംഘാടക സമിതി രൂപീകരിക്കണമെന്നും ഇതിന്റെ പൂർണ്ണമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ആ കമ്മിറ്റിയാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല BRDC-യുടെ തീരുമാനത്തിൽ പറഞ്ഞിട്ടുള്ളത് BRDC-യുടെ MD മുഖ്യ റോൾ നിർവഹിക്കണം എന്നാണ്. കാരണം ഞാൻ ആ മിനിറ്റ്സ് പരിശോധിച്ച ഒരാളാണ്. 92ാമത് യോഗത്തിലെ 11ാം നമ്പർ അജണ്ടയായിട്ടാണ് ആദ്യത്തെ ബീച്ച് ഫെസ്റ്റിന്റെ തീരുമാനം എടുത്തിട്ടുള്ളത്. അതിനകത്ത് BRDC-യുടെ MD ലീഡിംഗ് റോൾ വഹിക്കണം എന്നാണ് പറയുന്നത്. എവിടെയും MLA-യുടെ നേതൃത്വത്തിലുള്ള ഓർഗനൈസിംഗ് കമ്മിറ്റിക്ക് ഇങ്ങനെ ഒരു സംഘാടക ചുമതല നൽകുന്നില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ച പോലെ എന്താണ് ഇതിൽ അഴിമതി ആരോപണം എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ അഴിമതി ആരോപണം എനിക്ക് പറയാനുള്ളത്, സ്ഥലം MLA ചെയർമാനായി രൂപീകരിച്ച സംഘാടക സമിതി BRDC പോലെയുള്ള ഒരു സർക്കാർ കമ്പനി നടത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു ബീച്ച് സർക്കാർ സംരംഭത്തിൽ അതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ നിയമവിരുദ്ധമായി, സർക്കാർ ഉത്തരവിനും BRDC തീരുമാനത്തിനും വിരുദ്ധമായി പുതുമ MLA-യുടെ നേതൃത്വത്തിൽ ഒരു സംഘാടക സമിതി രൂപീകരിച്ച് നിയമവിരുദ്ധമായി MLA ഇതിനകത്ത് ഇടപെട്ടു. അതിൽ സാമ്പത്തിക കാര്യങ്ങൾ അടക്കമുള്ള സുപ്രധാനമായ കാര്യങ്ങൾ തീരുമാനിച്ചത് അദ്ദേഹം ചെയർമാനായ സംഘാടക സമിതിയാണ്. അത് അങ്ങനെ MLA-ക്ക് ഇടപെടാൻ കഴിയില്ല. കാരണം ഇതൊരു സർക്കാർ കമ്പനിയാണ്. അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് അത് തന്നെയാണ് ആദ്യത്തെ അഴിമതിയുടെ ഭാഗം. ഈ 4 എഡിഷനുകളിലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് MLA ആണ്. അത് ഞാൻ പറഞ്ഞ പോലെ അത് നിയമവിരുദ്ധമാണ്. അത് തന്നെയാണ് ഇതിൽ അഴിമതി ആരോപണം. എന്തുകൊണ്ട് ഇതിൽ MLA വിമർശിക്കപ്പെടുന്നു അല്ലെങ്കിൽ MLA-ക്ക് അഴിമതിയിൽ പങ്കുണ്ട് എന്ന് പറയാൻ കാരണം ഇതിനൊക്കെ നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എന്നാൽ അതുകൂടാതെ പിന്നെയും ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട്. ഏതാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പത്രസമ്മേളനത്തിൽ അടക്കം ഏതാണ്ട് 1 മണിക്കൂറോളം മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വരവ് ചെലവ് കണക്കിൽ ആദ്യ എഡിഷൻ നടക്കുമ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു, നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ആളുകളാണ്.
നിങ്ങൾക്കൊക്കെ ആദ്യ എഡിഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു, അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ആദ്യ എഡിഷൻ വന്നപ്പോൾ തന്നെ വലിയ ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ ബേക്കൽ ബീച്ച് ഫെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് കേവലമായ വരവ് ചെലവ് കണക്കുകളുടെ ഒരു സാങ്കേതികമായ പിഴവിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അബദ്ധം സംഭവിച്ചതിനെ കുറിച്ചല്ല. വളരെ കൃത്യമായ ആദ്യത്തെ എഡിഷൻ കഴിയുമ്പോൾ സംഘാടകർ പറഞ്ഞത്, MLA അടക്കമുള്ള ഇതിന്റെ സംഘാടകർ പറഞ്ഞത് 10 ലക്ഷം ആളുകൾ BRTCയുടെ ബീച്ച് ഫെസ്റ്റ് കണ്ടു എന്ന് പറഞ്ഞത്. നിങ്ങൾ ആദ്യത്തെ എഡിഷന്റെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കൂ. എത്രയാണ് അതിൽ നിന്ന് കിട്ടിയ ടിക്കറ്റ് വരുമാനം? ഏതാണ്ട് ഒരു 1.25 കോടി രൂപയോളം രൂപ അതിനുള്ളിലാണ് ഇതിൽ നിന്നുള്ള ടിക്കറ്റ് വരുമാനം എന്ന് പറയുന്നത്. നിങ്ങൾ 10 ലക്ഷം ആളുകൾ ആ ബീച്ച് ഫെസ്റ്റ് 10 ദിവസത്തിനുള്ളിൽ സന്ദർശിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ ടിക്കറ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ എത്ര പൈസയാണ് കിട്ടേണ്ടത്? ഇത് കേവലം 4 ലക്ഷം ആളുകൾ മാത്രം ടിക്കറ്റ് വരുമാനമാണ് യഥാർത്ഥ വരവ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ 6 ലക്ഷത്തോളം ആളുകളുടെ ടിക്കറ്റ് വരുമാനം യഥാർത്ഥത്തിൽ BRTCയുടെ കണക്കിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ അതിന്റെ വരവ് ചെലവ് കണക്കിൽ, അതുപോലെ തന്നെ ചെലവുകൾ ചെലവഴിച്ചത് മുഴുവൻ ആദ്യത്തെ എഡിഷൻ മാത്രമല്ല, നിങ്ങൾ 4 എഡിഷൻ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഈ 4 എഡിഷനിലും ചെലവുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് 2 ലക്ഷം കൂടുതലുള്ള പേയ്മെന്റുകളൊക്കെ നമ്മൾ പണമായിട്ട് നൽകാൻ പാടില്ല. അതൊക്കെ അക്കൗണ്ട് ത്രൂ പോകുന്നുള്ളതാണ് ഇൻകം ടാക്സ് നിയമം ഉൾപ്പെടെയുള്ളത് പറയുന്നുള്ളത്. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു സർക്കാർ കമ്പനി നടത്തിയ ഫെസ്റ്റിൽ ആ ചെലവഴിക്കുന്നതിനുള്ള അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും പാലിക്കാതെയാണ് ചെലവുകൾ നടത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ MLA ഇടപെട്ടത് നിയമവിരുദ്ധമായിട്ടാണ്. ഇതിലെ വരവ് ചെലവ് കണക്കിൽ വലിയ പാകപ്പിഴകൾ പാകപ്പിഴവല്ല, വലിയ അഴിമതി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ അപാകതകളുണ്ട്. അത് അഴിമതി നടന്നു എന്നുള്ളതാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. മൂന്നാമത് പറയുന്നത് ഇതിലെ ചെലവുകൾ പൂർണ്ണമായും ഒരു സുതാര്യതയും ഇല്ലാതെ മുഴുവൻ പണമായിട്ടാണ് നൽകിയത്. ഇത് മാത്രമല്ല, ആദ്യത്തെ എഡിഷൻ കഴിഞ്ഞപ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത എന്ന് പറയുന്നത് അതാണ് ഇതിലെ അഴിമതി ആരോപണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആദ്യത്തെ എഡിഷൻ കഴിഞ്ഞപ്പോൾ BRTCയുടെ ഇതിന്റെ സംഘാടക സമിതിയുടെ കണക്ക് പ്രകാരം ഏതാണ്ട് 35 ലക്ഷം രൂപയോളം, ആദ്യം പറഞ്ഞ 35 ലക്ഷം രൂപയാണ് ബാലൻസ് ഉണ്ടായത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞ 13 ലക്ഷമാണ് ബാലൻസ് ഉണ്ടായത്. അപ്പൊ ബാലൻസ് ഉള്ളത് എത്രയും ആവട്ടെ, പക്ഷെ ആദ്യത്തെ എഡിഷൻ കഴിഞ്ഞപ്പോ സർക്കാരിന്റെ നികുതി വകുപ്പായ GST BRTCക്ക് നോട്ടീസ് കൊടുക്കുകയാണ്. നിങ്ങൾ 37 ലക്ഷം രൂപ നികുതി GST അടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് BRTCക്ക് GST ഒരു ഡിമാൻഡ് നോട്ടീസ് അയക്കാണ്. സ്വാഭാവികമായിട്ടും നമുക്കാണ് ഒരു ഡിമാൻഡ് നോട്ടീസ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെ, നമ്മൾ നികുതി അടക്കാൻ ബാധ്യസ്ഥരാണെങ്കിൽ നമ്മൾ ആ നികുതി അടക്കേണ്ടി വരും. ഇനി നികുതി അടക്കം നമ്മൾ ബാധ്യസ്ഥരാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ അതിന്റെ ലൂപ്പ് ഹോൾസ് തേടിക്കൊണ്ട് ചിലപ്പോൾ എങ്ങനെ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാകും എന്ന് നമ്മൾ ചിലപ്പോൾ ശ്രമിക്കും. ഇവിടെ ഒരു സർക്കാർ കമ്പനിയായ BRTC സർക്കാരിന്റെ മറ്റൊരു വകുപ്പായ GSTയിൽ നിന്ന് വന്ന ഡിമാൻഡ് നോട്ടീസിന് വളരെ കൃത്യമായ മറുപടി, അല്ലെ, അവർ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥരാണെങ്കിൽ ഒന്നെങ്കിൽ ടാക്സ് അടക്കുക, ടാക്സ് അടക്കാൻ ബാധ്യസ്ഥരല്ലെങ്കിൽ അതിന് കൃത്യമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ GST ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുക എന്നതായിരുന്നു അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ BRTC ചെയ്തത് എന്താണെന്ന് പറയുമ്പോഴാണ് നമ്മൾക്ക് ഈ അഴിമതിയുടെ ഗൗരവം മനസ്സിലാവുക. BRTC GSTക്ക് ഒരു മറുപടി കൊടുത്തു, ഇവരുടെ ഡിമാൻഡ് നോട്ടീസിന് മറുപടി കൊടുത്തു. ഞാൻ ഇന്ന് പുറത്തുവിട്ട നടത്തിയ പത്രസമ്മേളനത്തിൽ ആ GSTയുടെ നോട്ടീസിന്റെ നമ്പർ അടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് കൊടുത്ത മറുപടി എന്ന് പറയുന്നത് BRTC പറഞ്ഞത് ഇത് ഞങ്ങളല്ല നടത്തിയത്, ഇതൊരു സൊസൈറ്റിയാണ് നടത്തിയത്. ആ സൊസൈറ്റിയുടെ പേര് പറഞ്ഞത് ബേക്കൽ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി എന്ന ഒരു സൊസൈറ്റിയാണ് ഇത് നടത്തിയതെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ വലിയ അത്ഭുതം തോന്നുന്ന ഒരു സംഭവമാണ്. കാരണം സർക്കാർ ഫണ്ടോടുകൂടി BRTCയും LSGയുടെയും കുടുംബശ്രീയും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു സംയുക്ത സംരംഭമായി നടത്തിയ ബീച്ച് ഫെസ്റ്റിൽ ഒരു സുപ്രഭാതത്തിൽ BRTC പറയാണ് ഞങ്ങളല്ല നടത്തിയത്. അത് ആരോടാ പറയുന്നത്? ഈ സംസ്ഥാനത്തെ മറ്റൊരു ഗവൺമെന്റ് വകുപ്പായ GST ഡിപ്പാർട്ട്മെന്റിനാണ് ഈ ഒരു മറുപടി കൊടുക്കുന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും അത് അങ്ങനെ ഒരു മറുപടി കൊടുത്തു എന്ന് മാത്രമല്ല, പുതുമ MLAയും അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും CPMന്റെ നേതാവുമായ K മണികണ്ഠൻ, അതുപോലെ BRTCയുടെ MD എന്നിവരൊക്കെ ചേർന്നുകൊണ്ട് ഈ ബേക്കൽ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി എന്ന പേരിൽ ആദ്യ എഡിഷൻ ബീച്ച് ഫെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു തട്ടിക്കൂട്ട് സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ
ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് BRDCയിൽ ടാക്സ് അടക്കാതെ BRDC ആ ടാക്സ് വെട്ടിച്ചുകൊണ്ട് BRDCക്ക് പകരം മറ്റൊരു സൊസൈറ്റിയെ കൃത്രിമമായി ഉണ്ടാക്കി അവരാണ് ഇത് നടത്തിയതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. എന്നാൽ അങ്ങനെ ഒരു ലൈസൻസ് അങ്ങനെ ഒരു സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം സൊസൈറ്റി രൂപീകരിച്ച് അവർ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതുണ്ട്. ആ GST രജിസ്ട്രേഷൻ എടുക്കാനും സൊസൈറ്റി രൂപീകരിക്കും സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, എവിടെയാണ് ഈ സൊസൈറ്റിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ അത് പറയേണ്ടതുണ്ട്. അത് ആ കെട്ടിടത്തിന്റെ ഉടമയുമായി ഉണ്ടാക്കിയ വാടക എഗ്രിമെന്റ് അടക്കം നമ്മൾ പുറത്തു വിടണം. ഇവിടെ ഏറ്റവും രസകരമായ ഏറ്റവും ഗൗരവപരമായ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കൽ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി എന്ന സൊസൈറ്റി രൂപീകരിക്കാൻ വേണ്ടി ചൂണ്ടിക്കാണിച്ച കെട്ടിടത്തിന്റെ നമ്പർ എന്ന് പറയുന്നത് BRDCയുടെ നമ്പറാണ്. BRDCയുടെ ഓഫീസിന്റെ കെട്ടിടത്തിന്റെ നമ്പറാണ്. അത് മാത്രമല്ല, സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഓഫീസ് കാണിച്ചു. ആ ഓഫീസ് മാത്രമേ, ആ ബിൽഡിംഗ് നിൽക്കുന്ന ആ ബിൽഡിംഗ് ഉടമസ്ഥന്റെ ഉണ്ടാക്കിയ വാടക എഗ്രിമെന്റ് അടക്കം ഈ GST രജിസ്ട്രേഷന് ആവശ്യമാണ്. എന്നാൽ അങ്ങനെ GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അത് ഈ സൊസൈറ്റി രൂപീകരിച്ച ആളുകൾ ഒരു വാടക എഗ്രിമെന്റ് കൊണ്ടുവന്നു, അതിന്റെ ഉടമസ്ഥന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ രജിസ്ട്രേഷൻ വാങ്ങിക്കുകയും ചെയ്തു. എന്നാൽ ഈ രജിസ്ട്രേഷൻ പരിശോധിച്ച് നോക്കിയ GST ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് എന്തോ അപാകത മനസ്സിലാക്കി അതിലെ കെട്ടിട ഉടമസ്ഥനുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അങ്ങനെ ഒരു വാടക എഗ്രിമെന്റ് അദ്ദേഹം ഒപ്പിട്ട് നൽകിയിട്ടില്ല. ഈ ബേക്കൽ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞ സൊസൈറ്റി അദ്ദേഹത്തിൻ്റെതായിട്ട് ഒരു വാടക എഗ്രിമെന്റ് വ്യാജമായി ഉണ്ടാക്കി അത് കാണിച്ചുകൊണ്ട് ജില്ലാ രജിസ്ട്രാറുടെ അടുത്ത് പോയി സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുകയും ആ സൊസൈറ്റിയുടെ പേര് വെച്ചുകൊണ്ട് GSTയുടെ രജിസ്ട്രേഷൻ വാങ്ങിക്കുകയും ചെയ്തു. ഇവിടെ ഏറ്റവും പ്രധാനമായ ഒരു ചോദ്യം, സർക്കാർ കമ്പനിയായ BRDC അവർ സർക്കാർ ഫണ്ടോട് കൂടി നടത്തിയ ബീച്ച് ഫെസ്റ്റ് പോലുള്ള ഒരു സംരംഭം, ആ സംരംഭത്തിന്റെ നികുതി ബാധ്യത വെട്ടിക്കാൻ വേണ്ടി എന്തിനാണ് ഈ നിയോജക മണ്ഡലത്തിലെ MLA-യും ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ സർക്കാർ കമ്പനിയുടെ MD-യും ഒക്കെ ചേർന്നുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വ്യാജ സൊസൈറ്റി രൂപീകരിച്ചത്? അത് തന്നെ എന്താണ് ഇതിനകത്ത് അഴിമതി നടന്നു എന്ന് തെളിയിക്കാൻ പര്യാപ്തമായ ഒരു തെളിവാണ്. തീർച്ചയായിട്ടും ആ തെളിവുകൾ തേച്ചു മാറ്റാൻ വേണ്ടി കഴിയില്ല. കാരണം അങ്ങനെ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്തതായിട്ട് ജില്ലാ രജിസ്ട്രാറുടെ രേഖകളിൽ കാണാൻ വേണ്ടി കഴിയും. BRDC അവരുടെ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് മാറിയിട്ട് ഞങ്ങളല്ല, ഈ സൊസൈറ്റിയാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതെന്ന് BRDC കൊടുത്ത മറുപടി അവരുടെ രേഖകളുണ്ട്. ഈ മറുപടികളൊക്കെ ലഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ GST വകുപ്പിലുണ്ട്. അപ്പൊ വളരെ കൃത്യമായി BRDCയിൽ നിന്ന് GSTയിൽ നിന്ന് ജില്ലാ രജിസ്ട്രാർ എടുക്കുന്ന രേഖകൾ പരിശോധിച്ച് നോക്കിയാൽ ആരാണ് ബേക്കൽ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി രൂപീകരിച്ചത് എന്നും അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നും പരിശോധിച്ചാൽ മാത്രം ബേക്കൽ ബീച്ച് ഫെസ്റ്റിൽ നടന്ന അഴിമതിയുടെ ചുരുട് അഴിക്കാൻ അത് മാത്രം മതിയാവും. അതുകൂടാതെ രണ്ടാമത്തെ എഡിഷനിലേക്ക് വരുമ്പോൾ, ആദ്യത്തെ എഡിഷൻ കഴിഞ്ഞു, അത് മാത്രമല്ല ഇത് മാത്രമല്ല കേട്ടോ, ആദ്യത്തെ എഡിഷനിലെ ടെൻഡറിൽ അഴിമതി ഉണ്ടായിട്ടുണ്ട്. ടെൻഡറിൽ ഒരു വ്യാജമല്ല, ഒരു കമ്പനിയുടെ പേരിൽ അവരറിയാതെ വെറും വെള്ളക്കടലാസിൽ ടെൻഡർ ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് ടെൻഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് സിംഗിൾ ടെൻഡർ കൊണ്ട് നമുക്ക് ടെൻഡർ കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് എന്താണ് ടെൻഡറിൽ പങ്കെടുക്കാത്ത മറ്റൊരു കമ്പനി അത് വ്യാജമല്ല, എന്നാൽ കമ്പനി അറിയാതെ അവരുടെ പേര് ഇവർ തന്നെ എന്ത് ചെയ്താണ് ടെൻഡർ ഇട്ടതാണ്. അങ്ങനെ ഒരു ടെൻഡർ ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് EMD എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു അഡ്വാൻസ് പേയ്മെന്റ് പോലെ കൊടുക്കേണ്ടത് 50,000 രൂപ അടക്കേണ്ടതുണ്ട്. ആദ്യത്തെ എഡിഷനിലെ സ്റ്റാൾ വിൽപ്പന ഉൾപ്പെടെയുള്ള ടെൻഡർ കൊടുത്തപ്പോൾ ഈ കമ്പനി എന്ത് ചെയ്തിട്ടില്ല, ഈ പറഞ്ഞ ശ്രീഗോ ടൂൾസ് ആൻഡ് സ്പാ ശ്രീഗോ റിസോർട്ട്സ് ആൻഡ് സ്പാ എന്ന് പറഞ്ഞ കമ്പനിയുടെ പേരിൽ ഒരു ടെൻഡർ ഇട്ടതല്ലാതെ ആ കമ്പനിക്ക് അങ്ങനെ ഒരു ടെൻഡറിനെ കുറിച്ച് അറിയില്ല. അത് കമ്പനി അറിയാതെ ഇതിന്റെ സംഘാടകർ തന്നെ വ്യാജമായി ടെൻഡർ ഇട്ടതാണ്. രണ്ടാമത്തെ എഡിഷനിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ രണ്ടാമത്തെ എഡിഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഉണ്ടായെന്ന് പറയുന്നത്, ആദ്യത്തെ എഡിഷന്റെ വരവ് ചെലവ് കണക്ക് നോക്കിയപ്പോൾ 38 ലക്ഷം രൂപ 35 ലക്ഷം രൂപയോളം ലാഭം മിച്ചം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ എഡിഷനിലേക്ക് വരുമ്പോൾ 50 ലക്ഷം രൂപയുടെ നഷ്ടമാണ് രണ്ടാമത്തെ എഡിഷനിൽ ഉണ്ടായത് അല്ലെ. സ്വാഭാവികമായിട്ടും ഈ നഷ്ടം ആര് നിർത്തും അല്ലെ? MLA-യുടെ വാക്ക് പ്രകാരം അദ്ദേഹം പറയുന്ന പ്രകാരം അദ്ദേഹം ചെയർമാനായ സംഘാടക സമിതിയാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതെങ്കിൽ, ഇതിൽ തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൽ നഷ്ടം ആരാ നികത്തേണ്ടത്? അദ്ദേഹം ചെയർമാനായ സംഘാടക സമിതിയാണ്.
പക്ഷെ അവരെന്ത് ചെയ്തു? നഷ്ടം വന്നപ്പോ ആ നഷ്ടം നികത്തി തരാൻ വേണ്ടിയിട്ട് BRDC യോട് ആവശ്യപ്പെട്ടു. ആ BRDC എന്ന് പറയുന്ന സർക്കാർ കമ്പനി എന്ത് ചെയ്തു? ഇവരുടെ നഷ്ടം നികത്താൻ വേണ്ടി 50 ലക്ഷം രൂപ അനുവദിക്കാൻ തീരുമാനിച്ചു. അത് അനുവദിക്കാൻ വേണ്ടിയിട്ട് ചേർന്ന ബോർഡ് യോഗത്തിൽ അതിന്റെ തീരുമാനത്തിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ ഫിനാൻസ് മാനേജർ പരിശോധിച്ചു എന്നും അദ്ദേഹത്തിന്റെയും കൂടി അനുമതിയോടുകൂടി 50 ലക്ഷം രൂപ അനുവദിക്കുന്നു എന്നാണ്. ഞാനിപ്പോ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ആ രേഖകളടക്കം കാണിച്ചുകൊണ്ട്, ആ മിൻസ് തീരുമാനം, ആ യോഗ തീരുമാനം അടക്കം അതിന്റെ മിൻസ് ഒക്കെ കാണിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അങ്ങനെ ഫിനാൻസ് മാനേജറുടെ അനുമതി ഉണ്ട്, അതുകൊണ്ട് കൊടുക്കാമെന്ന് പറയുക, 50 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇത് അറിഞ്ഞ ഫിനാൻസ് മാനേജർ എന്ത് ചെയ്തു? ബോർഡിന് അങ്ങനെ ഒരു കത്ത് കൊടുത്തു. ഞാൻ അങ്ങനെ ഒരു അനുമതി നൽകിയിട്ടില്ല, ഞാൻ ഒരു റിപ്പോർട്ടും കൊടുത്തിട്ടില്ല, എന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 50 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ അത് തിരുത്തി പറയുന്ന സാഹചര്യം ഉണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 50 ലക്ഷം രൂപ കെടുകാര്യസ്ഥത മൂലം MLA സംഘാടക സമിതി ചെയർമാൻ അത് തോന്നിയതുപോലെ ചെലവാക്കിയിട്ട്, തോന്നിയതുപോലെ ഒരു പരിപാടി നടത്തിയിട്ട്, ഒരു മാനദണ്ഡവും ഇല്ലാതെ കുറെ രാഷ്ട്രീയക്കാരെയും സ്വന്തം പാർട്ടിക്കാരെയൊക്കെ കൂടി നടത്തിയ പരിപാടിയിൽ ആ പരിപാടിക്ക് 50 ലക്ഷം രൂപ നഷ്ടം വന്നപ്പോ ഇവിടുത്തെ ഗവൺമെന്റ് അല്ല, BRDC എന്ന് പറഞ്ഞ ഗവൺമെന്റ് കമ്പനിയാണ്. ആ ഫണ്ട് ഗവൺമെന്റിന്റെ പൊതു ഫണ്ടാണ്. ആ ഫണ്ടിൽ നിന്നും ഒരു മാനദണ്ഡവും ഇല്ലാതെ ഫിനാൻസ് മാനേജറുടെ സമ്മതം ഇല്ലാത്ത സമ്മതം ഉണ്ട് എന്ന് കാണിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് 50 ലക്ഷം രൂപ ഇതിന്റെ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് അനുവദിക്കേണ്ടായി. ആ നഷ്ടമുണ്ടാക്കിയത് തന്നെ അതിലെ വൗച്ചറുകൾ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുക, ഒരു മാനദണ്ഡവും ഇല്ലാതെ, ഒരു സുതാര്യതയും ഇല്ലാതെയാണ് ആ രണ്ടാമത്തെ എഡിഷൻ നടന്നിട്ടുള്ളത്. അപ്പൊ ഈ 2 എഡിഷനുകളിൽ മാത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ നിയമലംഘനം. ഞാനിപ്പോ ഈ പറഞ്ഞതൊന്നും അല്ലെ, ഉനൈസിനോട് ചോദിച്ചു പൊറാട്ട് നാടകമാണ്. ഞാൻ പറഞ്ഞ അഴിമതി ആരോപണം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ അഴിമതി ആരോപണം MLA ഇടപെട്ടത് നിയമവിരുദ്ധമാണ്. അതിന് ഞാൻ പറഞ്ഞ കാരണങ്ങൾ എന്താണ്? സർക്കാർ ഉത്തരവിൽ MLA ഇടപെടലിനെ കുറിച്ച് പറയുന്നില്ല, BRDCയുടെ തീരുമാനത്തിൽ MLAയുടെ ഇടപെടലിനെ കുറിച്ച് പറയുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ അഴിമതി ആരോപണം എന്ന് പറയുന്നത് ടെൻഡർ നടപടികളിലെ ക്രമക്കേടാണ്. അതും ഞാൻ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞൊരു അഴിമതി ആരോപണം ടിക്കറ്റ് വരുമാനത്തിലെ ചോർച്ചയാണ്. 10 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു എന്ന് പറഞ്ഞത് ഇവിടുത്തെ MLA ഉൾപ്പെടെയുള്ള സംഘാടകരാണ്. പിന്നീട് വരവ് പരിശോധിച്ച് നോക്കുമ്പോൾ അതിന്റെ പകുതി പോലും ടിക്കറ്റ് വരുമാനത്തിൽ കാണിച്ചിട്ടില്ല. പിന്നീട് ഞാൻ പറഞ്ഞത് GSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണമാണ്. ആ ആരോപണം വെറുതെ പറഞ്ഞു മാത്രമല്ല, ഞാൻ GST അതിന് ഡിമാൻഡ് നോട്ടീസിന് അയച്ച നോട്ടീസിന്റെ നമ്പറും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് BRDC കൊടുത്ത റീപ്ലൈ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മറികടക്കാൻ വേണ്ടിയിട്ട് വ്യാജ സൊസൈറ്റി ഉണ്ടാക്കിയതും ആ വ്യാജ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ GST ഡിപ്പാർട്ട്മെന്റ് ക്യാൻസൽ ചെയ്ത് അടക്കം ഞാൻ പറഞ്ഞു. രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഇതിലെവിടെയാണ് വെറുതെ ഊഹക്കണക്ക് അല്ലെങ്കിൽ എന്താണ് പൊള്ളയായ ആരോപണം എന്ന് പറയുന്നത്? ഞാൻ സംസാരിച്ചത് മുഴുവൻ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. അത് ഈ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ അഴിമതികൾ മറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതായത് പറഞ്ഞു വരുമ്പോൾ താങ്കൾ ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ വിത്ത് ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ പ്രൂഫോട് കൂടിയാണ് താങ്കൾ സംസാരിക്കുന്നത്. അതേപോലെ തന്നെ താങ്കൾ ഈ ഒരു നിലപാടുമായിട്ട് ശക്തമായിട്ട് ഉറച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ മുമ്പോട്ട് നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും. അങ്ങനെ തന്നെയാണോ മിസ്റ്റർ ഹസീബിന്റെ സ്റ്റാൻഡ്? തീർച്ചയായും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത് പത്രസമ്മേളനം വിളിക്കുന്നതിന് മുമ്പ് എന്റെ ഫേസ്ബുക്കിലൂടെ ഞാൻ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ബേക്കൽ ബീച്ചിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഞാൻ 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ആരോപിച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ടതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. ഹസീബ് പബ്ലിക് ഒരു കോൺക്ലേവിനെ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഹസീബ് ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്നു, അത് മറ്റുള്ളവർ ഏറ്റെടുക്കുന്നു, ഇരുമുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ബേക്കൽ ബീച്ച് നിലനിൽക്കുന്ന പള്ളിക്കര പഞ്ചായത്തിൽ അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ ഞാൻ ഇതിന്റെ മുഴുവൻ വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അടക്കം ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്റെ ഒരു പ്രസംഗത്തിന് മറുപടിയായിട്ടാണ് ഇതിലെ അഴിമതിയുടെ ഭാഗമായിട്ടുള്ള CPM നേതാവ് ഇത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അങ്ങനെ അഴിമതി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് നിങ്ങൾക്ക് അത്ര ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, നമ്മൾ 2 വേദിയിൽ നിന്നുകൊണ്ട് സംസാരിക്കേണ്ടതില്ല, നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് രേഖകളുടെ അടിസ്ഥാനത്തിൽ സംഭവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അദ്ദേഹം ആദ്യം തയ്യാറാണെന്ന് പറഞ്ഞു, പിന്നീട് അദ്ദേഹം അതിൽ പിന്മാറുകയും ചെയ്തു. പിന്നെ നേരത്തെ അഴിമതി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ മറന്നുപോയി. ആദ്യ എഡിഷൻ കഴിഞ്ഞ് 2ാമത്തെ എഡിഷൻ നടക്കുന്നതിന് മുമ്പ് വളരെ ഗൗരവമുള്ള
വളരെ ഗൂഢാലോചനയോടുകൂടി നടത്തിയ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുകയുണ്ടായി. അത് എന്ന് പറയുന്നത് ആദ്യ എഡിഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ എഡിഷൻ ആരംഭിക്കുന്നതിന് മുൻപ് ഉദുമ MLA CH കുഞ്ഞമ്പുവിനെയും അന്നത്തെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠനെയും ഡയറക്ടർ ബോർഡിലേക്ക് ഡയറക്ടർമാരെ നിയമിച്ചു. മാത്രമല്ല, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ട് അങ്ങനെ ഒരു ഡയറക്ടർ തസ്തികയുണ്ട്. ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, സ്വതന്ത്ര ഡയറക്ടറാണ്. ആ ഡയറക്ടറായിട്ട് CPM പഴയ CPM-ന്റെ പഴയ ഡിവൈഎഫ്ഐയുടെ നേതാവ്, നിലവിലെ CPM-ന്റെ നേതാവ് അഡ്വക്കേറ്റ് ഷാരു മാത്യുവിനെ കൂടി നിയമിച്ചു. ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ ലിസ്റ്റിന് ഡയറക്ടറിൽ നിന്ന്, അവരുടെ ലിസ്റ്റിൽ നിന്ന്, അവർ തയ്യാറാക്കുന്ന ലിസ്റ്റിൽ നിന്ന് നിയമിക്കേണ്ട ഒരു തസ്തികയാണ്. അതിലേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടാണ് ആ ഇൻഡിപെൻഡന്റ് ഡയറക്ടറുടെ നിയമനം നടത്തുന്നത്. അതൊന്നും പാലിക്കാതെ ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ടുവന്ന് ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് നിർത്തിയിരിക്കുകയാണ്. 1995 UDF ഗവൺമെന്റ് കാലത്താണ് PRDC രൂപീകരിച്ചത്. 2023 ആകുമ്പോഴേക്ക് ഏതാണ്ട് 28 വർഷം ആവും PRDC രൂപീകരിച്ചിട്ട്. ആ 28 വർഷത്തെ ചരിത്രത്തിൽ ഒരു MLA-യും ഒരു ജനപ്രതിനിധിയും PRDC-യുടെ ഡയറക്ടർ ബോർഡിന്റെ ഭാഗമായിരുന്നില്ല. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് 2023 ഒരു സുപ്രഭാതത്തിൽ CH കുഞ്ഞമ്പുവിനെയും K മണികണ്ഠനെയൊക്കെ ഡയറക്ടർ ബോർഡിലേക്ക് കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഡയറക്ടർ ബോർഡിലേക്ക് കൊണ്ടുവന്നത്? ഇത് നേരത്തെ നടത്തിയ അഴിമതികൾ മറച്ചു വെക്കാൻ, ഇനി അങ്ങോട്ടേക്ക് നടത്താൻ ഉദ്ദേശിക്കുന്ന അഴിമതികൾക്ക് ഒത്താശ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, CH കുഞ്ഞമ്പുവിനെ MLA എന്നുള്ള നിലയിൽ ഡയറക്ടറാക്കി, എനിക്ക് അതിനകത്ത് വിയോജിപ്പൊന്നുമില്ല. അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളില്ലായെങ്കിൽ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികൾ ഡയറക്ടർ ബോർഡിന്റെ ഭാഗമാവണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ചോദിക്കട്ടെ, 2 ജനപ്രതിനിധികളെ ഡയറക്ടർ ബോർഡ് അംഗമാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ 2 ഡയറക്ടർ വരേണ്ടത് ഒന്ന് ഉദുമ MLA-യും മറ്റൊരു ജനപ്രതിനിധി ആവശ്യമാണെങ്കിൽ അത് കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരനുമായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ അദ്ദേഹത്തെ E ചന്ദ്രശേഖരനെ പോലെയുള്ള വളരെ മുതിർന്ന ഇടതുപക്ഷത്തിന്റെ CPI-യുടെ നേതാവായ E ചന്ദ്രശേഖരനെ പോലെ ഒരാൾ സ്വാഭാവികമായിട്ട് ഡയറക്ടർ ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അഴിമതി നടത്താനുള്ള സാഹചര്യം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ ഡയറക്ടർ ബോർഡിലേക്ക് കൊണ്ടുവരാതെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന K മണികണ്ഠനെ ഡയറക്ടർ ബോർഡിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇതൊക്കെ ഈ ഡയറക്ടർ നിയമനം ഉൾപ്പെടെ നടന്നത് ആദ്യത്തെ എഡിഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ എഡിഷന് മുൻപായിട്ട് അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെയും കൂടി ഭാഗമാണ്. ഒരു നിമിഷം മിസ്റ്റർ ഹസീബ്, അതായത് ഞാൻ ചോദിക്കുന്നത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളിയ ഒരു കേസിനെ എന്തുകൊണ്ടാണ് വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നത്? എന്താണ് അതിൻ്റെ വസ്തുത? എന്താണ് അതിൻ്റെ അടിസ്ഥാനം? അല്ലെങ്കിൽ അത് പൊള്ളയാണ് എന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. അത് വളരെ ഗുരുതരമായി ഒന്ന് അവർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എങ്കിൽ കൂടി അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്ത് വിശദീകരണം ആ ഒരു പ്രസ്താവനകൾക്ക് പകരം കൊടുക്കാൻ പറ്റും? തീർച്ചയായും ഇത് ഹൈക്കോടതി തള്ളിയ കേസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. DCC-യുടെ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രദീപ് കുമാർ ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്കും വിജിലൻസിനൊക്കെ പരാതി നൽകിയിരുന്നു. എന്നാൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ വിഷയത്തിൽ അഴിമതി പുറത്തു കൊണ്ടുവരാൻ ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതി പോയി. സ്വാഭാവികമായിട്ട് ഹൈക്കോടതി എന്ത് ചെയ്യും? വിജിലൻസിനോട് റിപ്പോർട്ട് ചോദിക്കും. വിജിലൻസ് കേരള ഹൈക്കോടതിക്ക് മുമ്പാകെ കള്ള അഫിഡവിറ്റ്, അസത്യങ്ങൾ നിറച്ചുകൊണ്ടുള്ള ഒരു അഫിഡവിറ്റ് ആണ് വിജിലൻസ് കേരള ഹൈക്കോടതിക്ക് മുമ്പാകെ കൊടുത്തത്. ഞാൻ ആ അഫിഡവിറ്റ് വായിച്ചു നോക്കിയാലാണ് ഇന്ന് ഞാൻ പത്രസമ്മേളനത്തിലടക്കം ആ അഫിഡവിറ്റുകൾ അടക്കം ഉയർത്തി കാണിച്ചിരുന്നു. അത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണോ, അല്ലെങ്കിൽ വസ്തുത, അല്ലെങ്കിൽ താങ്കൾക്ക് അത് ഉറപ്പാണോ മിസ്റ്റർ ഹസീബ്? അതായത് ആ വിജിലൻസ് ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഇതിലെ അക്കൗണ്ടുകൾ മുഴുവൻ അവർ ഇതിലൊരു പ്രിലിമിനറി എൻക്വയറി നടത്തിയെന്നും ഇതിന്റെ ഇടപാടുകൾ മുഴുവൻ സുതാര്യമാണെന്നും എല്ലാ ഇടപാടുകളും അക്കൗണ്ട് മുഖേനയാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് വിജിലൻസ് പറയുന്നത്. നിങ്ങൾക്ക് 4 എഡിഷനുകളിലായിട്ട് നടന്ന ബീച്ച് ഫെസ്റ്റുകളുടെ ചെലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൗച്ചറുകൾ പരിശോധിച്ച് നോക്ക്, ഒരു സുതാര്യതയും ഇല്ല. ഒരു അക്കൗണ്ട് മുഖേനയും കൈമാറിയിട്ടില്ല. മുഴുവൻ തുകകളും പണമായിട്ടാണ് കൈമാറിയത്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ് പിന്നീട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിജിലൻസ് ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തത്? ഭരണകക്ഷി MLA-യെ സഹായിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് റിപ്പോർട്ട് മാറ്റിക്കൊടുത്തു. വിജിലൻസ് കൃത്യമായി അന്വേഷിച്ചിരുന്നുവെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, വിജിലൻസ് PRDC-യുടെ ഫയലുകൾ പരിശോധിച്ചിരുന്നുവെങ്കിൽ വിജിലൻസ് ആദ്യം ഇതിന്റെ എൻക്വയറി നടത്തേണ്ടിയിരുന്നത് GST ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അവര് കൊടുത്ത ഡിമാൻഡ് നോട്ടീസും ആ ഡിമാൻഡ് നോട്ടീസിന് മറികടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വ്യാജ സൊസൈറ്റിയുടെ രൂപീകരണവും
അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വ്യാജ രേഖകളും ഒക്കെ പരിശോധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വിജിലൻസിന് ഇതിലെ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് വിജിലൻസിന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. വിജിലൻസ് അങ്ങനെ ഒരു അന്വേഷണം നടത്താതെ ഭരണകക്ഷി നേതാവ് MLA സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് വിശ്വസിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ആ കേസ് തള്ളിയത്. എന്നാൽ അതൊരു മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അഴിമതി നടന്നിട്ടില്ല എന്നല്ല, ആ ഫയൽ ചെയ്ത അഫിഡവിറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ആ കേസ് തള്ളിയത്. ആ കേസ് തള്ളിയത് തന്നെ ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് മാർച്ച്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫെബ്രുവരി 26, മാർച്ച് 26 മറ്റാണ് ആ റിട്ട്, ആ പൊതു താല്പര്യ ഹർജി കോടതി തള്ളിയത്. അതുകൊണ്ട് തന്നെ ആ കോടതി തള്ളി എന്നുള്ളത് കൊണ്ട് ഇതിന്റെ മെറിറ്റ് നഷ്ടപ്പെടുന്നില്ല. തീർച്ചയായിട്ടും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് തലശ്ശേരിയിലെ വിജിലൻസ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ ഫയൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൽ വിജിലൻസ് അന്വേഷണം വരും. ഇതിൽ വിജിലൻസ് അന്വേഷണം വന്നാൽ, ഇതിലേക്ക് കൃത്യമായ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവരൊക്കെ ഇതിലെ കേസിൽ പ്രതികളാവുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തള്ളിയ കേസ് എന്ന് പറയുന്നത് അങ്ങനെ തള്ളിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ആ തള്ളിയത് ആധികാരികമായിട്ടുള്ള ഒരു തള്ളലല്ല അത് എന്ന് പറയുന്നത്. ആ തള്ളൽ എന്ന് പറയുന്നത് കേവലം പിന്നെ വിജിലൻസ് കൊടുത്ത ഒരു തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ കേസിൽ കോടതി അങ്ങനെ ഒരു വിധി തീർപ്പുണ്ടാക്കിയത്. എന്നാൽ ഇനി അങ്ങോട്ടേക്ക് രേഖകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു വിജിലൻസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ കേസിൽ വിജിലൻസ് അന്വേഷണം നടത്തേണ്ടതായിട്ട് വരും. അതായത് മിസ്റ്റർ ഹസീബ്, ബേക്കൽ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി താങ്കളുടെ വാർത്താ സമ്മേളനത്തിലും പ്രസ് റിലീസിലും മറ്റു ആരോപണങ്ങൾ കൂടി താങ്കൾ ഉന്നയിച്ചിട്ട് ഉണ്ടായിരുന്നല്ലോ. വെറും ബീച്ച് നിങ്ങൾ പറയുന്നത്, ഞാൻ പറയുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിച്ചു, വെറും ബീച്ച് ഫെസ്റ്റിന്റെ 4 എഡിഷൻ ഉള്ള ഒരു അഴിമതി ആരോപണം മാത്രമാണ് ഞാൻ ഉന്നയിച്ചതെന്നാണ് ആളുകൾ കരുതുന്നത്. അല്ല, ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം പറഞ്ഞത് ബീച്ച് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട അഴിമതി മാത്രമല്ല, PRTC എന്ന സർക്കാർ കമ്പനിയുടെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടും പല പദ്ധതികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടും ഗുരുതരമായ അഴിമതി ആരോപണം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഏതാണ്ട് കൊളവേലിയിലുള്ള 30 ഏക്കർ വരുന്ന PRTCയുടെ ഉടമസ്ഥതയിലുള്ള പ്രോപ്പർട്ടി ഒരു ഹോട്ടൽ, ഒരു റിസോർട്ട് കമ്പനിക്ക്, അമരാവതി എന്ന കമ്പനിക്ക് ടെൻഡർ കൊടുത്തത് ഒരു സിംഗിൾ ടെൻഡറിലൂടെയാണ്. ടെൻഡറുകളുടെ നടപടിക്രമങ്ങൾ പാലിക്കാതെ സിംഗിൾ ടെൻഡറിലൂടെയാണ് ഏതാണ്ട് 200 കോടി രൂപയോളം വരുന്ന പ്രൊജക്ടിന് വേണ്ടിയിട്ട് ആ സ്ഥലം PRTC ലീസിന് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ PRTCയുടെ ജീവനക്കാരുടെ നിയമനത്തിൽ, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിൽ, അതുപോലെ തന്നെ PRTCയുടെ MDയുടെ നിയമനത്തിൽ അതൊക്കെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള യോഗ്യതയില്ലാത്തയാളെ രാഷ്ട്രീയാടിസ്ഥാനത്തിൽ MD ആയി നിയമിക്കുന്നു. പിന്നീട് അതൊക്കെ എന്താണ്, അഴിമതിക്ക് വേണ്ടിയിട്ട് അത്തരം ആളുകളെയൊക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ അത് മാത്രമല്ല, PRTC ഏതാണ്ട് ഒരു സ്വന്തം ആസ്ഥാന മന്ദിരം പണിയാൻ വേണ്ടി ഉള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ആ തീരുമാനം ഏതാണ്ട് അത് പൂർത്തിയായി എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഏതാണ്ട് 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ആ 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ആസ്ഥാന മന്ദിരത്തിന് 4 കോടി രൂപ എസ്റ്റിമേറ്റ് ഇട്ടിട്ട് അത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കെട്ടിടത്തിന് ഒരു എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കെട്ടിടം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ എത്ര പൈസ വേണം? 1 കോടിയോ 1.5 കോടിയോ വേണ്ട സ്ഥലത്താണ് 4 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് വരുന്നത്. ഇതൊക്കെ അഴിമതിയുടെ ഭാഗമാണ്. PRTCയുടെ അഴിമതി എന്ന് പറയുന്നത് കേവലം കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കരയിലുള്ള ഒരു കുറച്ച് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന അഴിമതിയോ അല്ലെങ്കിൽ അവരുടെ മാത്രം പിൻബലം കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞ സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ്. ഇതിനകത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം, ഞാൻ നേരത്തെ പറഞ്ഞ അമരാവതി എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് ടെൻഡർ കൊടുത്തതിൽ മുഹമ്മദ് റിയാസ് എന്ന സംസ്ഥാനത്തെ ടൂറിസം വകുപ്പ് മന്ത്രി അടക്കം ഉന്നത ഉദ്യോഗസ്ഥരടക്കം അഴിമതിയിൽ പങ്കാളികളാണ്. മിസ്റ്റർ ഹസീബ്, താങ്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽപ്പെട്ട വ്യക്തിത്വങ്ങൾ വളരെ കൃത്യമാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം എത്രമാത്രമാണെന്ന് താങ്കൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ താങ്കളുടെ ഈ ഒരു ജേണി ഇത്രയും കാലം പിടിവിടാതെ കൂടെ കൊണ്ട് നടന്ന് കണ്ടെത്തി
ശക്തി ഞാൻ ജനങ്ങളുടെ പൊതുമധ്യത്തിൽ കൊണ്ടുവരുമെന്ന് താങ്കളുടെ ആ ഒരു നിശ്ചയദാർഢ്യം, അതിനെ അഭിനന്ദിച്ചേ മതിയാവും. കാരണം സാക്ഷരത അല്ലെങ്കിൽ അങ്ങനെ ഒരു കേരളത്തിൻ്റെ പ്രതീകം ലോകത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകുമ്പോഴും പലപ്പോഴും നമ്മൾ പല എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിലേക്കും നമ്മുടെ യുവാക്കൾ കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ജനനന്മ ആഗ്രഹിച്ചുകൊണ്ട് അതുമാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് താങ്കളുടെ ഈ ഒരു കണ്ടെത്തൽ ജനങ്ങളുടെ സ്വത്തും സമ്പാദ്യവും കൊള്ളയടിക്കപ്പെടുമ്പോൾ അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള താങ്കളുടെ ഈ ഒരു ജേണി അല്ലെങ്കിൽ ഈ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ താങ്കൾ ഇന്ന് പ്രസൻറ്റ് ചെയ്ത അല്ലെങ്കിൽ താങ്കൾ മുന്നോട്ട് വെച്ച ഈ ഒരു ആശയത്തെ ഈ ഒരു ഉദ്യമത്തെ അങ്ങേയറ്റം നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ താങ്കൾ വളരെ ശക്തമായി അല്ലെങ്കിൽ സജീവമായി രാഷ്ട്രീയ രംഗത്തുള്ള ഒരാൾ കൂടിയാണ്. ഇലക്ഷനോട് അനുബന്ധിച്ച അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവസാന മണിക്കൂറുകൾ കൂടിയാണ് ഞങ്ങൾക്ക് അനുവദിച്ച് തന്ന ഈ ഒരു താങ്കളുടെ സമയത്തെ വളരെയധികം ഞങ്ങൾ മുഖവിലക്ക് എടുത്തും കൊണ്ട് വളരെയധികം നന്ദി അറിയിക്കുന്നു മിസ്റ്റർ ഹസീബ്. അതേപോലെ തന്നെ ജനനന്മ ആഗ്രഹിച്ചു കൊണ്ടുള്ള താങ്കളെ പോലെയുള്ളവർ താങ്കളെ മാതൃകയാക്കിയും കൊണ്ട് പുതിയൊരു യുവതലമുറ കടന്നു വരണം. അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. താങ്ക് യു വെരി മച്ച് മിസ്റ്റർ ടി കെ ഹസീബ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടു കഴിഞ്ഞു. ഹസീബ് നേരിട്ട് വെളിപ്പെടുത്തി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ വിഷൻ എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ യജ്ഞം എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ കാത്തിരിപ്പ് എന്തായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പറഞ്ഞു വരുമ്പോൾ മലയോര മേഖലയായ കാസർഗോഡ് ജില്ല ദുരിതം പേറി ജീവിക്കുന്ന എൻഡോസൾഫാൻ്റെ മാരകമായ ദുരിതങ്ങളുടെ ബാക്കിപത്രം ഇന്നും നമ്മൾക്കിടയിലൂടെ ജീവിക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മളാണ് മുന്നോട്ടിറങ്ങേണ്ടത്. കാസർഗോഡിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, നമ്മുടെ വികസനത്തിന് വേണ്ടി അതൊക്കെയും മറ്റൊരാൾ കൊണ്ടുവരാൻ നമ്മൾക്കില്ല, നമ്മൾക്കിടയിൽ നിന്ന് വേണം. അതുകൊണ്ട് തന്നെ മറ്റൊരു എലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും ഓർമ്മയുണ്ടായിരിക്കണം ആരൊക്കെ നമ്മൾക്ക് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല എന്ന ചോദ്യങ്ങളും അതിനുള്ള ഉത്തരമായിരിക്കണം ഇപ്രാവശ്യത്തെ ജനവിധിയായി കാസർകോട്ടെ ജനങ്ങൾ മറുപടി നൽകേണ്ടത്.